എഫേസ്യ ലേഖനത്തിലെ പൗലോസിന്റെ 3 പ്രാർത്ഥനകളാണ് നാം ചിന്തിക്കുന്നത്. ഒരാത്മീയന് മാതൃകയാക്കാവുന്ന പ്രാർത്ഥന. ഈ എഫേസ്യ ലേഖനം ആ ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ലേഖനമായിരുന്നില്ല. അന്നത്തെ അവിടെയുള്ള പല സഭകളിൽ മാറി മാറി കൊണ്ടുപോയി വായിക്കാനുള്ള ഒരു ചാക്രിക ലേഖനമായിരുന്നു, സർക്കുലേറ്റിംഗ് ലെറ്റർ ആയിരുന്നു. തെളിവെന്താ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നോക്കിയാട്ടെ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള എന്നുള്ളത് ബ്രാക്കറ്റിലാണ് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്? അത് മനസ്സിലാക്കണമെങ്കിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് വരണം. കൊലോസ്യ ലേഖനം 4:16 നോക്കിയാട്ടെ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവുദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവുദിക്യയിൽ നിന്നുള്ള നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ലവുദിക്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് ഇന്നും അറിയത്തില്ല. അതേതാണ്? അതാണ് ഈ എഫേസ്യ ലേഖനം. ഇത് ഓരോ സഭയിൽ കൊണ്ടുപോയി വായിക്കുകയാണ്. അപ്പൊ ഏത് സഭയിൽ കൊണ്ടുപോയി വായിക്കുന്നുവോ അപ്പോൾ ആ സഭയുടെ പേര് ചേർത്ത് വായിക്കും. ലേഖനം ഒന്നാണ്, പക്ഷേ സഭയിൽ കൊണ്ടുപോയി വായിക്കും. എന്ത് ചെയ്യും? എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം, കൊലോസിയിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം, ലവോദിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം. അപ്പൊ പൗലോസിന്റെ ലേഖനം ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അക്കാലത്തെ പല സഭകളിൽ ഇങ്ങനെ മാറി മാറി വായിക്കുന്ന ഒരു ലേഖനമായിരുന്നു എഫേസ്യ ലേഖനം. ഈ ലേഖനത്തിലെ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും സഭയുമായുള്ള വലിയ ബന്ധമാണ്. കർത്താവിന് തൻ്റെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും ആധിക്യവും വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് നടത്തിയ 3 പ്രാർത്ഥനകളുണ്ട്. 6 അധ്യായങ്ങളുണ്ട്. അതില് പൗലോസ് നടത്തിയ 3 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രാർത്ഥന 6-ാം അധ്യായം 19-20 വാക്യമാണ്. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. പൗലോസ് പറയുകയാണ്, എന്ത്? ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടണം. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവവചനം എൻ്റെ നാവിൽ ദൈവം തരാനായിട്ട് പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 11-12 വാക്യം. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോഴിമക്കൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു, എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളെ പഠിപ്പിക്കും. കർത്താവിന്റെ നാമത്തെ പ്രതി നിങ്ങളെ പള്ളികൾക്കും മേൽക്കോയ്മകൾക്കും ഒക്കെ അടുക്കൽ വിസ്താരത്തിനായി കൊണ്ടുപോകുമ്പോൾ എന്താ പറയേണ്ടിയെന്ന് ഓർത്ത് നിങ്ങൾ ഗ്രഹപാഠം ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ആ സമയത്ത് പറയേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ നാവോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും. നമ്മുടെ നാവിലൂടെ ദൈവം തന്റെ വചനം പറയും. സ്തെഫാനോസിനെ വിസ്തരിക്കുന്നുണ്ട്. മേശമേൽ ശുശ്രൂഷിച്ചു പോന്നവനാണ് സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ടിട്ട് ആളുകള് കിലിക്കക്കാരിലും ചിലർ വന്ന് സ്തെഫാനോസിനോട് വാദിച്ചു. വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 6:9-10 വാക്യങ്ങൾ. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ ചിലര് വന്ന് സ്തെഫാനോസിനോട് തർക്കിച്ചു. പുള്ളി കേവലം ഒരു വിശ്വാസി മാത്രമാണ്, അല്ലാതെ വലിയ പാസ്റ്ററോ ഒന്നുമല്ല, ഉപദേഷ്ടാവൊന്നുമല്ല, ഒരു സാധാരണ വിശ്വാസിയാണ്. അതുകൊണ്ട് ഇവനോട് വലിയ നേതാക്കന്മാരൊക്കെ വന്ന് തർക്കിച്ചു. അടുത്ത വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം എന്താണ്?
അവന്റെ നാവിൽ ദൈവം തന്നെ വചനം കൊടുത്തു. പൗലോസ് പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനാ? എൻ്റെ വായിൽ ദൈവം തന്റെ വചനം തരാനായിട്ട്, ആ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസിന്റെ ആ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എഫെസ്യ ലേഖനം 6:18 മുതലുള്ള വാക്യങ്ങൾ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഏത് നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ പ്രാർത്ഥന തുടർമാനമായ പ്രാർത്ഥന, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാർത്ഥന, ഇടതടവില്ലാത്ത പ്രാർത്ഥന, ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്, ജാഗരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനകൾ. രണ്ടാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന അതാണ്. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ പ്രാർത്ഥനയിലേക്കൊന്ന് വരാം. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിലാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. 15-ാമത്തെ വാക്യം. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങൾ പൗലോസ് കേട്ടു. എന്താ കേട്ടത്? ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ കേട്ടു, അതിനായിട്ട് സ്തോത്രം. 2, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് ഞാൻ കേട്ടു, അതിനായിട്ട് സ്തോത്രം. റോമാലേഖനം 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് പ്രാർത്ഥിക്കാം. ഇനി പൗലോസിന്റെ ചില പ്രാർത്ഥനയിലെ വിഷയങ്ങൾ ഞാൻ പറയുകയാണ്. അവർ ഒറ്റ പ്രാർത്ഥനയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് സഹോദരങ്ങളോട് സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് അത് മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിന്റെ 17-ാമത്തെ വാക്യം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. രണ്ടാമത്തെ കാര്യം അതാണ്. ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തികച്ചും ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവിടെ വായിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാടില്ലായകയാൽ ജനം നശിച്ചു പോകുന്നു. എന്താ വെളിപ്പാട്? പൗലോസിന്റെ അനുഭവം നിങ്ങൾ നോക്കണം. പൗലോസിന് നിരവധിയായ വെളിപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്. 3-ാം സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട്, സ്വർഗീയ പരദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് പൗലോസിനാണ് ലഭിച്ചത്. ഞാൻ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. തനിക്ക് ദൈവം വെളിപ്പാട് നൽകുകയാണ് അല്ലേ? കർത്തൃമേശ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി കർത്തൃമേശയെ കുറിച്ചുള്ള ആ വിവരണം ഒരു ദൃക്സാക്ഷി വിവരണം പോലെ എഴുതുകയാണ്. എപ്പോഴാ ഇത് ലഭിച്ചത്? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. മനുഷ്യരാരും എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടുമില്ല, ഒരു വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. കർത്തൃമേശയെ കുറിച്ച് പൗലോസിന് വെളിപ്പാട് ലഭിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-6 വാക്യങ്ങൾ. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. യഹൂദന്മാരും
ജാതികളും ദൈവസഭയിൽ ഉൾപ്പെടുന്നതാണ്. ആ വെളിപ്പാട് പൗലോസിന് ലഭിച്ചത് താൻ പറയുകയാണ്, ഒരു വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം വെളിവായി വന്നു. ഒരു വെളിപ്പാടിനാൽ സഭ യഹൂദനും ജാതികളും ഉൾപ്പെടുന്നതാണ് എന്ന ആ ഉൾക്കാഴ്ച തനിക്ക് ലഭിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം. ഇനി അടുത്ത വിഷയം 17-ാം വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു കാര്യം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. കണ്ണ് മുഖത്താണുള്ളത്. ഹൃദയത്തിൽ കണ്ണെന്ന് പറയുന്നത് ഉൾക്കാഴ്ചയാണ്. അകക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. നിങ്ങളുടെ അകക്കണ്ണ് തുറക്കണം. വേദപുസ്തകത്തിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ പോവുക. അകക്കണ്ണ് തുറന്ന ചില അനുഭവങ്ങൾ. ഏലിശയെ പിടിക്കാനായി ഒരു സൈന്യം വന്ന് വീട് വളഞ്ഞു. ഗേഹസി എന്ന് പറയുന്ന ബാല്യക്കാരൻ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് പറയാണ്, യജമാനെ, സൈന്യം വന്ന് വീട് വളഞ്ഞിരിക്കുന്നു. ഉടനെ ഇത് കേട്ട ഏലിശ ഒരൊറ്റ പ്രാർത്ഥന, ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണേ. നമ്മളാന്ന് ഇത് കേട്ടാ എന്നാ പറയും? ഈ പുള്ളിക്ക് എന്നാ കിറുക്കാണോ, വട്ടാണോ? ഗേഹസി പുറത്തിറങ്ങിയപ്പോൾ സൈന്യം വന്ന് വീട് വളഞ്ഞിരിക്കുന്നതല്ലേ, താൻ കണ്ടതല്ലേ വന്ന് പറഞ്ഞത്. ഇപ്പോ പാസ്റ്റർ പറയും ഇവന്റെ കണ്ണ് തുറക്കണേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇവൻ 2-ാം വട്ടം മുറ്റത്തിറങ്ങിയിട്ട് വന്നിട്ട് പറയുകയാണ്, അഗ്നിരഥങ്ങളും അഗ്നിവാശ്വങ്ങളും കൊണ്ട് മല മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അല്ലേ? ആദ്യം കണ്ടത് പുറമേ ഉള്ള കണ്ണുകൊണ്ടാ, എന്നാൽ 2ാമത് കണ്ടത് ഉൾക്കണ്ണുകൊണ്ടാ, ഹൃദയക്കണ്ണ്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹാഗാറിനെയും ഇശ്മായേലിനെയും അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. തുരുത്തിയിൽ അല്പം വെള്ളവും 5-6 അപ്പക്കഷ്ണവും കൊടുത്ത് പറഞ്ഞു വിട്ടു. മേലിൽ ഇങ്ങോട്ട് വന്നു പോയേക്കരുതെന്ന് പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. മരുഭൂമിയിലൂടെ അലഞ്ഞുടന്ന് നടന്ന് തിന്നും കുടിച്ചും അപ്പവും തീർന്നു, തുരുത്തിയിലെ വെള്ളവും തീർന്നു. കുഞ്ഞ് വാടിത്തളർന്നു. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ള കുഞ്ഞിനെ ഒരു കുറ്റിക്കാട്ടിലിട്ടു. അവൾ ഒരു ഫർലോങ് ദൂരം മാറിയിരുന്ന് കരഞ്ഞു. 2 പേരും കരഞ്ഞു. ബാലനും കരഞ്ഞു, അമ്മയും കരഞ്ഞു. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് ബാലന്റെ നിലവിളി ദൈവസന്നിധിയിൽ കിട്ടും. വാസ്തവത്തിൽ ബാലിനേക്കാളും വലിയ നിലവിളിയല്ലേ അമ്മയുടേത്. പക്ഷെ ദൈവം ബാലിന്റെ നിലവിളിയാണ് കേട്ടത്. എന്തുകൊണ്ടാണ്? ഈ അമ്മയോട് പണ്ട് ദൈവം പറഞ്ഞൊരു വചനമുണ്ട്. അമ്മ ആ വചനം ഓർത്താ മതിയായിരുന്നു. പണ്ടിതേപോലെ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആകാശത്തിൽ നമ്മളോടൊരു ദൂത് പറഞ്ഞു, നീ മടങ്ങിപ്പോകണം, നിന്റെ ഉദരത്തിലുള്ള ഒരു ആൺകുഞ്ഞാണ്, അവനെ ഞാൻ വലിയൊരു ജാതിയാക്കും. ദൈവം എന്താ പറഞ്ഞത്? ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. ഇപ്പോൾ ഈ തള്ള കരയുന്ന എന്തിനാ? ഇത്തിപ്പോരം വെള്ളം കിട്ടാതെ എൻ്റെ കുഞ്ഞ് തൊണ്ട വരണ്ട് ചത്തുപോകുമെന്ന് പേടിച്ചാണ് ഈ തള്ള കരയുന്നത്. പക്ഷെ ബാലൻ നിലവിളിച്ചത്, ദൈവമേ, എന്നോട് കരുണ തോന്നണമെന്നാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, അമ്മ അവനെ കൊണ്ടുപോയി കുറ്റിക്കാട്ടിലിട്ടതാണ്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്ന് അവൻ്റെ ബാല്യപ്രായത്തിൽ അവൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് തൊണ്ട വരളുന്ന വേളയിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവനായ ഒരു ഉറവ തുറന്നു. ദൈവം തുറന്ന് ഉറവ കാണാൻ ഹാഗാറിന്റെ കണ്ണു തുറന്നു. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാര് വാടിയ മുഖവും തർക്കവുമായിട്ടൊക്കെ പോവുകയാണ്. യേശുദാൻ അവരോട് ചേർന്ന് നടന്നിട്ടും കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. നീ ഒരു പരദേശി, യേശുവിനെ കണ്ടിട്ട് ഒരു പരദേശിയായിട്ട് അവർക്ക് തോന്നി. ഇസ്രായേലിൽ സംഭവിച്ച കാര്യം നീ മാത്രം അറിയുന്നില്ലയോ എന്ന് ചോദിച്ച് അവർ യേശുവിനെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒടുവിൽ എന്താ സംഭവിച്ചത്? കർത്താവ് അവർക്ക് അപ്പം അനുഗ്രഹിച്ചു നൽകി. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. 7.5 നാഴിക കൂടെ നടന്നിട്ട് നീ ഒരു പരദേശിയാണെന്ന് കർത്താവിനോട് പറയുന്നില്ലേ? പക്ഷെ അവർ കർത്താവിനെ കണ്ടതുകൊണ്ടല്ലേ. പക്ഷെ അവരുടെ അകക്കണ്ണ് തുറന്നപ്പോഴാ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ദൈവമേ, എൻ്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എൻ്റെ ആത്മീക ദൃഷ്ടി ഒന്ന് പ്രകാശിക്കപ്പെടട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കപ്പെടണം. പൗലോസിന്റെ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ. 4-മത് താൻ അവിടെ പറയുന്നു, 18-ാമത്തെ വാക്യം, അവന്റെ വിളിയാലുള്ള
അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എന്തിനാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. വിളിയുടെ പിന്നിലുള്ള ആശ ഇന്നതാണെന്ന്, ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്. അവൻ എന്തിനാണ് വിളിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടി പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ വെറുതെ വിളിച്ചതല്ല. വിശുദ്ധ വിളി കൊണ്ട് അവൻ നമ്മെ വിളിച്ചത് വെറുതെ അല്ല, വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചുകൊണ്ട് വന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ദൈവം അനേകരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ വിളിച്ചതിന്റെ ഉദ്ദേശങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ ചിലത് ചൂണ്ടിക്കാണിക്കാം. അബ്രഹാമിനെ ദൈവം എന്തിനാ വിളിച്ചത്? യെശയ്യാപ്രവചനം 51:2 നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം എന്തിനാ വിളിച്ചത്? വർദ്ധിപ്പിക്കാൻ, അനുഗ്രഹിക്കാൻ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവം പറയാണ്, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചിരിക്കുന്നു. വർദ്ധിപ്പിച്ചോ? പുറപ്പാട് പുസ്തകത്തിലെ പശ്ചാത്തല വാക്യം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? അവരുടെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ ഈ നീലനദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലുകയാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, അവർ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു പെരുകയും. മോശയെ ദൈവം വിളിച്ചു അല്ലേ? എന്തിനാ വിളിച്ചത്? പുറപ്പാട് പുസ്തകം 3:10. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. എന്തിനാ ദൈവം മോശയെ വിളിച്ചത്? കത്തുന്ന മുൾപ്പടർപ്പിന് നടുവിൽ നിന്നുകൊണ്ട് മോശേ മോശേ എന്ന് പറഞ്ഞ് ദൈവം മോശയെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിച്ചത്? നിന്റെ കാലിന് ചെരുപ്പ് അഴിച്ചു കളയാൻ പറയുന്നുണ്ട്. പക്ഷെ ദൈവം വിളിച്ചത് അതിനല്ല. എന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. എന്തിനാ ദൈവം എന്നെ വിളിച്ചതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ലെങ്കിൽ നാം ശേഷം മനുഷ്യരെ പോലെ ആയിരിക്കും. ശമൂവേലിനെ ദൈവം വിളിച്ചു അല്ലേ? 1 ശമൂവേലിന്റെ പുസ്തകം 3:10. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ആരാ വിളിച്ചത്? ദൈവം ശമൂവേലിനെ വിളിച്ചു. എന്തിനാ വിളിച്ചത്? വാക്യം 19-20. എന്നാൽ ശമൂവേൽ വളർന്ന് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. സ്തോത്രം. ഇനി 20 വാക്യം കൂടി. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ദൈവം വിളിച്ചു. എന്തിനാ വിളിച്ചത്? ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല ജനവും പിന്നത്തേതിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അവൻ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാണെന്ന്. ദൈവം ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. കണ്ടോ? ദൈവം യിരെമ്യാവിനെ വിളിച്ചപ്പോൾ യിരെമ്യാവ് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ബാലനല്ലോ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ദൈവത്തിന് പറയാനുള്ള ദൂത് എന്താണെന്നറിയാമോ? നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ആരുടെയും അടുക്കൽ നീ പോകണം. ഞാൻ നിന്റെ നാവിൽ തരുന്ന വചനങ്ങൾ നീ അവരോട് പറയണം. 18 വാക്യം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളുമാക്കിയിരിക്കുന്നു. അവനെന്താ പറഞ്ഞത്? ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ആമോസിനെ ദൈവം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, എനിക്ക് അവിടെ പോയി പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ആമോസിന്റെ സാക്ഷ്യം ഇങ്ങനെയാണ്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ട് നടന്ന ഒരു ഇടയ ചെറുക്കനാണ്. പക്ഷെ എന്റെ ദൈവം എന്നെ വിളിച്ചു. ദൈവത്തിന്റെ വിളിയുടെ പിന്നിലുള്ള ആശ. സ്തോത്രം. 5ാമത്തെ ഉദ്ദേശം, എന്തിനാണ് ദൈവം വിളിച്ചത്? 18 വാക്യത്തിന്റെ അവസാന ഭാഗം. അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും മതി. അടുത്ത ഉദ്ദേശം, എന്തിനാ ദൈവം വിളിച്ചത്? ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള
അവകാശത്തിന്റെ മഹിമാധനം. ഇത് പദമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പൗലോസിന്റെ പദങ്ങളൊക്കെ തന്നെ ഭയങ്കര കടുകട്ടിയുള്ള പദങ്ങളാണ്. അവകാശത്തിന്റെ മഹിമാധനം. എഫേസ്യ ലേഖനത്തിൽ തന്നെ 3 ധനങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:8 അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധനം. 3:8 സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനം. ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? മഹിമാധനം. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചപ്പോ ദൈവത്തിന് നമുക്ക് തരാൻ ഒരു അവകാശമുണ്ട്. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നു, ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാതെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. 2 ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. ഒന്ന് മോശയാണ്. മോശയെ കുറിച്ച് വായിക്കുന്നത്, അവന് ദൈവത്തിന്റെ വിളി ഉണ്ടായി, അല്ലേ? ആ സമയത്ത് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ അവിടുത്തെ ഫറവോൻ എന്ന പേര് ലഭിക്കുമായിരുന്നു. മിസ്രൈമിലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന സ്വത്തിന് അവകാശിയാകുമായിരുന്നു. പക്ഷേ താനൊരു തെരഞ്ഞെടുപ്പ് നടത്തി. എന്താ? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. ഇവിടുത്തെ സുഖങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് താൻ തെരഞ്ഞെടുത്തു. ഇവിടെ ഒരു ഭാഗത്ത് വലിയ ധനത്തെ കുറിച്ചാണ് വായിക്കുന്നത്. മിസ്രൈമിലെ സമ്പത്തിനേക്കാൾ, അത് സമ്പത്ത് ധനമാണ്, പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു ധനം ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നീ. മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയാണ് വലിയ ധനമെന്ന് ആ ഒരു വലിയ വിലമതിക്കൽ നടത്താൻ മോശയ്ക്ക് സാധിച്ചു. പുതിയ നിയമത്തിലെ ഒരു ഉദാഹരണം. ഒരിക്കലൊരു മനുഷ്യനൊരു വയലിൽ കൂടെ പോകുമ്പോൾ ഒരു വയലിൽ ഒരു നിധി ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ചെന്നിട്ട് തനിക്കുള്ള സകലവും വിറ്റ് വന്നിട്ട് ആ വയൽ വാങ്ങിച്ചു. ആ നിധി ഇരിക്കുന്ന കണ്ടിട്ട് ആ വയലിൻ്റെ ഉടമസ്ഥനോട് ഇന്ന് ചോദിച്ചു, ഈ വയൽ എനിക്ക് ഞാൻ തരാമോ എന്ന്. ഉടനെ ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനൊരു വലിയ തുക പറഞ്ഞു. അപ്പം അത്രയും തുക കൊടുക്കാൻ തനിക്കില്ലാഞ്ഞിട്ട് താൻ എന്ത് ചെയ്തു? തിരുവെഴുത്ത് വായിക്കുന്നത്, അവൻ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെന്ന് ആ വയൽ വാങ്ങിച്ചു. എന്താ കാര്യം? ആ വയലിനകത്ത് ഒരു ധനമിരിപ്പുണ്ടെന്ന് അവൻ കണ്ടു. ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമുക്കൊരു അവകാശം തരാൻ അവൻ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഭൗതികമായ അവകാശമല്ല, അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എനിക്ക് ഈ നല്ല ബുദ്ധി ഉപദേശിച്ച് തന്ന ദൈവത്തെ രാത്രികാലങ്ങളിലും ഞാൻ വാഴ്ത്തും. പൗലോസിന്റെ 3-ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായം 14-ാം വാക്യം മുതലാണ്. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് മുട്ടുകുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:36. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. എഫെസോസ് സഭയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് താൻ അവിടുന്ന് വിടവാങ്ങൽ നടത്തുകയാണ്. ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ലെന്നൊക്കെ പറഞ്ഞ് വിശ്വസ്തനായ ദൈവത്തിങ്കിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് സഭയിൽ നിന്ന് സെൻഡ് ഓഫ് വാങ്ങിച്ച് പോവുകയാണ്. ഉടനെ വിശ്വാസികളെല്ലാം കൂടെ പാസ്റ്റർ വണ്ടി കയറുന്ന കപ്പൽ തീരത്തോളം വന്നു. വിശ്വാസികളും പാസ്റ്ററോട് ഒരുമിച്ച് വന്നു. അവരെല്ലാവരും ചേർന്ന് ആ കടലിൻ്റെ തീരത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയാൽ ദൈവം നിന്നെ മാനിക്കും. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി പത്രോസിന്റെ ഒരു കാര്യം നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:40. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തബീതയെ ഉയർപ്പിക്കുന്ന വേളയിൽ പത്രോസ് എന്താ ചെയ്തത്? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ കർത്താവിനെ കുറിച്ച് നോക്കിക്കേ. മത്തായി സുവിശേഷം 26:39. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിലും നീങ്ങിപ്പോകണം. കവിണ്ണു വീണു എന്നാണ് അവിടെ വായിക്കുന്നത്. മറ്റൊരു സുവിശേഷത്തിൽ വായിക്കുന്ന യേശു ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. ഇനി പഴയ നിയമത്തിലെ ഒരു വ്യക്തിയാണ് ദാനിയേൽ 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. യേശുവിന്റെ അടുക്ക പലരും വരുന്നുണ്ട്, അല്ലേ? പല ആവശ്യങ്ങളുമായിട്ട് യേശുവിന്റെ അടുക്ക വരുന്നവരൊക്കെ
നമ്മൾ വായിക്കുന്ന ഒരു കുഷ്ഠരോഗി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, ഒരു കനാന്യ സ്ത്രീ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നതിൽ ഞാനൊന്നും മുട്ടുകുത്തത്തില്ലെന്ന് പറഞ്ഞ് മാലു പിടിക്കുകയല്ല. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. മുട്ടുകുത്തി മാത്രമേ പ്രാർത്ഥിക്കാവെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ടോ? 1 രാജാക്കന്മാർ 8:22 ശലോമോൻ ആകാശത്തിലേക്ക് കൈമലർത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. 1 ദിനവൃത്താന്തം 17:16 ദാവീദ് അകത്തി എന്ന യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പ്രാർത്ഥിച്ചു. അപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കാം, നിന്നുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഒരു കാര്യം സത്യം, പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്ന ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. പൗലോസിന്റെ ആ പ്രാർത്ഥനയുടെ ചില ഉദ്ദേശങ്ങൾ അവിടെ നോക്കിക്കേ. 3:16 അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. മറ്റൊരു പ്രാർത്ഥനാ വിഷയം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മൾ നേരത്തെ ഒരു അകത്തെ കാര്യം പറഞ്ഞു, എന്തായിരുന്നു? അകക്കണ്ണ്. ഇവിടെ പൗലോസ് പറയാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. എങ്ങനെ ബലപ്പെടണം? ശക്തിയോടെ ബലപ്പെടണം. 2 കൊരിന്ത്യർ 4:16 ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ശൗലക്കുറിച്ച് വായിക്കുന്നവൻ മേൽക്കുമേൽ ശക്തിപ്പെട്ടു. പൗലോസിന്റെ പ്രാർത്ഥന. മറ്റൊരു ചിന്ത അവിടെ വായിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. അത് നിങ്ങൾ എങ്ങനെ അറിയുന്നേ? വിശ്വാസത്താൽ അറിയണം, കാഴ്ചയാലല്ല, വിശ്വാസം. അടുത്ത 18-19 വാക്യം കൂടെ. ദൈവസ്നേഹത്തിന്റെ വ്യാപ്തി നിങ്ങൾ അറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് അറിയണം. ആ സ്നേഹത്തിന്റെ വ്യാപ്തി ഒന്ന് നോക്കിക്കേ. അതിന്റെ വീതി, നീളം, ഉയരം, ആഴം. ഉയരവും ആഴവും നോക്കിക്കേ. സ്വർഗത്തിൽ വസിച്ച യേശു കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ താണലോകത്തിലേക്ക് വന്നു, ഉയരത്തിനും താഴേക്ക്. ഇനി അവൻ പാതാള ലോകത്തിലേക്ക് പോയി, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോയി. ഇനി അതിന്റെ വീതി അറിയണമോ? സകല മാനവകുലത്തെയും ഉൾക്കൊള്ളുന്നതായിരുന്നു അതിന്റെ വീതി. അതിന്റെ നീളം കേൾക്കണമോ? ആദി മനുഷ്യൻ മുതൽ അവൻ അവസാനത്തെ മനുഷ്യനെ വരെയും ബന്ധിപ്പിക്കുന്നതായിരുന്നു അതിന്റെ നീളം. ക്രൂശിന് 4 തലങ്ങളാണുള്ളത് അല്ലേ? കുരിശ് കുത്തിച്ചാഴി വെച്ചാൽ അതിനൊരു ഉയരമുണ്ട്, അതിനൊരു ആഴമുണ്ട്, അതിനൊരു വശം, ഒരു വശം അല്ലേ? വീതി, നീളം, ഉയരം, ആഴം. പൗലോസ് പറയാണ് അത് നിങ്ങളൊന്ന് അറിയണം. ദൈവസ്നേഹത്തിന്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം, അതാർക്കളക്കാൻ കഴിയും? ദൈവസ്നേഹത്തിന്റെ വ്യാപ്തി. ഒരു ചിന്ത കൂടെ നമുക്ക് നോക്കാം. 19-ാമത്തെ വാക്യം. അടുത്തത്, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു വരണം, ആത്മാവിൽ നിറയണം, ദൈവസ്നേഹത്തിൽ നിറയണം, വിശ്വാസത്തിൽ നിറയണം, പ്രത്യാശയിൽ നിറയണം. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് വീട് മുഴുവൻ നിറഞ്ഞു. നമ്മളിൽ കുറവാണോ ഉള്ളത്, അതോ നിറവാണോ ഉള്ളത്? വിശ്വാസത്തിൽ കുറവ് ഭവിച്ചിട്ടുണ്ടോ? പ്രത്യാശയിൽ കുറവ് ഭവിച്ചിട്ടുണ്ടോ? പൗലോസിന്റെ ഈ പ്രാർത്ഥനകൾ നമുക്കൊരു പ്രചോദനമായി മാറട്ടെ. എനിക്കൊരു വളർച്ച വേണം.